നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി ഇന്നത്തെ സഭാ മിഷനായിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മുടെ സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും എല്ലാ മിഷണറിമാരെയും നമുക്ക് തിരുവരയിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ പ്രതിബദ്ധവാദത്തിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുവാനും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും എല്ലാവരിലേക്കും ഈശോയെ എത്തിക്കുവാനും വേണ്ടി കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ഈ തിരുവരയെ അർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം.
പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പാപത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണ്ണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ തണലിൽ അഭയം തേടാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളെ പൗത്രീകരിക്കുന്ന ഈ ദിവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. കർത്താവേ, മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിച്ചോടി നിൽക്കുന്ന സഭയും നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധനും സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ
പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശീർവദിക്കുന്നു. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അതിനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെയായിരിക്കും, മറ്റുള്ളവരിലായിരിക്കുകയില്ല. എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവും. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തന്റെ അധ്യാപകർ നൽകണം. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. നമ്മുടെ കർത്താവായ സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ 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 പാടിയിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരാശയമെന്നതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റവും അനുഗ്രഹപൂരിത കവിതൻ തുലിക പോലെ നാവിപ്പോൾ താതിനും അതുപോൽ സുരനും പരിശുദ്ധാത്മാവിനും സ്തുതി വരട്ടെ. അറിവുടക്കെ ഇന്നും നിത്യവും ആയുധരിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ 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 പാടിയിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്നാണ് ശുശ്രൂഷ സംസ്കരിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബെദയുടെ പുത്രനായ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, തോമസ് ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ് കറിയാത്ത. ഈ 12 പേരെയും യേശു പ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമങ്ങളിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടെ വിടുന്നത് വരെ അവരോട് കൂടി താമസിക്കുകയും ചെയ്യുവൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം.
ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രമിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടു പോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവൻ. പിറ്റേ ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോം ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. മിശിഹായിൽ ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസം പ്രത്യേക ജപമാല ഭക്തിയുടെയും പ്രേക്ഷിത അവബോധത്തിന്റെയും മാസമാണല്ലോ. ജപമാല ചൊല്ലി നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയും മണക്കവും നമ്മൾ പള്ളികളിലും ഭവനങ്ങളിലും പ്രകടിപ്പിച്ചു വരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലെ ജപമാല പ്രാർത്ഥനകളിൽ നമ്മുടെ രൂപതയെയും മിഷൻ പ്രവർത്തനങ്ങളെയും നമുക്ക് പ്രത്യേകം അനുസ്മരിക്കാം. ഈ വർഷത്തെ മിഷൻ ന്യായം ഒക്ടോബർ 19 ഇന്ന് ആചരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള പരിശുദ്ധ സഭയുടെ ആഹ്വാനമാണ് മിഷൻ ന്യായ ആചരണത്തിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നത്. നമ്മുടെ രൂപതയുടെ അഭിമാനകരമായ മിഷൻ സംരംഭമാണ് പഞ്ചാബ് മിഷൻ. ഫരീദാബാദ് രൂപതയുടെ കീഴിലുള്ള പഞ്ചാബിലെ ഡട്ടാലി എന്ന സ്ഥലത്ത് 5 വർഷം മുമ്പ് പാലക്കാട് രൂപതയിലെ വൈദികർ കടന്നു ചെന്ന് ഏതാനും ആളുകൾക്ക് സ്വയം പ്രേരിതമായി വിശ്വാസം സ്വീകരിക്കുവാൻ അവസരം ഒരുക്കി. തൽഫലമായി സഭയിലെ ഒരു ചെറിയ സമൂഹം അവിടെ രൂപീകരിക്കുവാൻ സാധിച്ചു. ദൂരദേശങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹവും സുവിശേഷവും പങ്കുവയ്ക്കാനും അവിടങ്ങളിലെ സഹോദരങ്ങൾക്ക് വിദ്യാഭ്യാസം, ആതുര സേവനം, സാമൂഹ്യ വികസനം എന്നിവയിലൂടെ സഹായം എത്തിക്കാനും ലക്ഷ്യമിട്ട് നമ്മുടെ വൈദികർ ഈ മിഷനിൽ പ്രയത്നിക്കുന്നു. രൂപത ഏറ്റെടുത്ത് ആരംഭിച്ച മിഷന് വേണ്ടി 72 സെന്റ് സ്ഥലം നല്ല വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് 2025 സെപ്റ്റംബർ 24 ഒരു ആരാധനാലയത്തിന്റെയും വൈദിക ഭവനത്തിന്റെയും അടിസ്ഥാന ചെലവനുസരിച്ച് സ്ഥാപിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. പ്രസ്തുത പരിക്രമം നിർവഹിച്ച അവസരത്തിൽ ഞാൻ നിങ്ങളേവരെയും അനുസ്മരിച്ചു. ആത്മീയ പുരോഗതിയോടൊപ്പം നാടിന്റെ വികസനത്തിൽ നമുക്ക് പങ്കുചേരേണ്ടതുണ്ട്. മിഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ ധാരാളമായ സഹായം അത്യന്താപേക്ഷിതമാണ്. ഈ വർഷത്തെ മിഷനായ സംഭാവന പൂർണ്ണമായി നമ്മുടെ രൂപതയുടെ പഞ്ചാബ് മിഷൻ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നതാണ്. മിഷൻ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നതിനായി സംഭാവന ശേഖരിക്കാൻ എല്ലാ വർഷവും നൽകാറുള്ള മിഷൻ ഞായർ കവർ ഈ വർഷം പഞ്ചാബ് മിഷൻ എന്നാക്കി നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിച്ച് നിങ്ങളുടെ സമർപ്പണ സംഖ്യ പള്ളിയിൽ എത്തിക്കുമല്ലോ. ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാർ ആ സംഭാവന നൽകിയവരുടെ നിയോഗം പാലിച്ച് തുക മുഴുവനായി യഥാസമയം രൂപത കാര്യാലയത്തിൽ എത്തിക്കണം. നമ്മുടെ മിഷണറി വൈദികരെ പിന്തുണയ്ക്കാനും മിഷൻ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാനും ഓരോ കുടുംബവും സംഭാവന നിക്ഷേപിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും സഹകരണത്തിനും നന്ദി പറയുന്നു. നമ്മുടെ രക്ഷകനായ ഈശോ എല്ലായിടത്തും അറിയപ്പെടുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനും അവിടുത്തെ സുവിശേഷം എല്ലാവരോടും പ്രഘോഷിക്കപ്പെടുന്നതിനും അങ്ങനെ എല്ലാവരെയും രക്ഷപ്പെടുന്നതിനും ഇടവരുത്തുന്നതിനുമായി നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ നമുക്കും പങ്കുചേരാം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, പാലക്കാട് രൂപതയുടെ മെത്രാൻ. ശ്രദ്ധയെ സ്നേഹം തിരഞ്ഞെടുത്ത് നമ്മൾ ശ്രമിച്ചതുപോലെ നമ്മൾ ഇന്ന് മിഷൻ ഞായറായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് പഞ്ചാബ് മിഷന് വേണ്ടി 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രൂപത ആരംഭിച്ച ഈ മിഷൻസ് പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ സേവനം ചെയ്യുന്ന എല്ലാ വൈദികരെയും മറ്റെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ നമ്മളെ സാധിക്കാവുന്ന രീതിയിലെല്ലാം തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രാർത്ഥന വഴിയായും ഭൗതികമായും സാമ്പത്തികമായും നമ്മെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ നമുക്ക് അവരെ സഹായിക്കുകയും ചെയ്യാം. ഈശോ പറഞ്ഞതുപോലെ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ ഈശോയുടെ ആഹ്വാനം അനുസരിച്ച് ഈ ലോകത്തെ വിവിധ ഭാഗങ്ങളിലായി ക്രൈസ്തവ സഭയുടെ ഭാഗമായി അല്ലാതെയും മറ്റും വിവിധ രീതികളിൽ സുവിശേഷ പ്രഘോഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മിഷണറിമാരെ നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രത്യേകമായി നമ്മുടെ മിഷൻ ഞായർ ആഘോഷിക്കുമ്പോൾ ഈ ഇത്തരം മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും വെല്ലുവിളികളൊക്കെ ഉണ്ടാകുമ്പോൾ അവ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി അവർക്ക് വരുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ക്രൈസ്തവരായ നാം ഓരോരുത്തരും മാമോദീസയിലൂടെ സഭയിൽ അംഗങ്ങളായ നാം എല്ലാവരും തന്നെ വലിയ മിഷണറിമാരാണെന്നുള്ള വലിയൊരു ബോധത്തോടു കൂടി നമ്മളെല്ലാവരും നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ഈശോയെ പ്രഘോഷിക്കേണ്ടവരാണെന്നുള്ള ബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുകയും ചെയ്യാം.
പ്രകാരം പറയുകയുണ്ടായി. ജനങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ മിഷണറിമാരായി മാറേണ്ടവരാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരുമെന്നും ഇപ്രകാരം നമ്മൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന വ്യക്തികളിലും നമുക്ക് പ്രത്യാശയുടെ മിഷണറിമാരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ക്രിസ്തുവിനെ അറിയാത്ത ഇടങ്ങളിൽ കടന്നു ചെന്ന് നമ്മുടെ ഈശോനെ പ്രഘോഷിക്കുന്ന എല്ലാ മിഷണറിമാരെയും അവരുടെ പ്രവർത്തനങ്ങളെ ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ക്രിസ്തുവിനെ എല്ലാവരും അറിയുന്നതിനും അങ്ങനെ അവരുടെ വിശ്വാസത്തെ ക്ഷണതയെ ആവിഷ്കരിക്കുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദിവ്യബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷ സർവ്വശാസ്ത്രം കൂടെ ഭാവേ നമ്മുടെ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രമാണങ്ങളെ പ്രവാചകന്മാരെ സമാചരിക്കുകയും എല്ലാം നിങ്ങളെ പൂർത്തിയാക്കുകയും ചെയ്ത വിഷയമായ തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് എതിരായി ജീവിക്കാൻ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏലിയായുടെ തിഷ്ഠതയുടെ മോശയുടെ ധരിച്ചതും കൂടെ ജീവിത കടമടത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ സഭ തന്നെ ശക്തരാക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താപോർമലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും ചില മാസം കണ്ട വേദി കൊണ്ടാകുന്ന ശിശുമാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത വിഷയമായ വലിയ ദിവസത്തിൽ മാറ്റപ്പെട്ടതായ നീ പ്രതിഷ്ഠപ്പെടുമ്പോൾ ആനന്ദത്തോടെ അതിനെ എതിരേൽക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി പുരുഷന്റെ മാർഗത്തിലൂടെയാണ് നിങ്ങൾ മുന്നേറാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലവനായ ഞങ്ങളുടെ പിതാവുമാരുടെ നല്ലവൻ പാപ്പയെ ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേധാവിമാരാകൻ മന്ത്രാപൊലിത്തായി ഞങ്ങളുടെ ദുരിതാശ്രയ മറാഠോസ് മന്ത്രാപൊലിത്തായി ഞങ്ങളുടെ പിതാവിന് ദർശാഭിമന്ത്രാനെയും മാർഗേജി മന്ത്രാനെയും മറ്റുള്ള മന്ത്രന്മാരെ അമ്മയെന്ന് പറഞ്ഞത് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായി മിശിഹായും ദൈവദൂതന്മാരായ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങൾ നീ ആഗതനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് തന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പുസ്തകാലയത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടി വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവനും വലിയവനും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ.
ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ വളർത്തിയ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പ് ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്നും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനും സത്യദൈവവും പിതാവിനോട് കൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന് കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തട്ടപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെ ലഭിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സഹികവും സർവ്വത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാവശ്യം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആരാധിക്കുവാൻ നീ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രത്യേകിച്ചുമാരും ശിക്ഷന്മാരും ഭദ്രാപരിതമാരും മന്ത്രന്മാരും പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികളുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയായിരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വിഷയമായിട്ട് സ്നേഹത്തിന്റെ വിശ്വാസമെല്ലാം നടത്താകട്ടെ. അതിവിശ്വാസം മരിച്ച എല്ലാവരെയും അനുസ്മരിക്കുകയും വിഷയയുടെ കൃപയാൽ നമുക്ക് സഹായം രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റാൻ അന്വേഷകനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാം ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും എന്താവശ്യം വിശുദ്ധിയോടും കൂടെ യഥാവൻ നന്ദി പറയുകയും അവിടെ അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആവശ്യം തുറന്ന് നിങ്ങളുടെ അനുഷ്ഠിക്കുന്നത് സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ ഭയഭക്തിജനകമായ വിഷയങ്ങൾ ദൂതാശയപ്പെടുന്നു. ശതമാനം വഴി സമാധാന സമർത്ഥമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വന്തത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി കൃത്യനും ഭക്തിയോട് കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. ദൈവപിതാവിൻ സ്നേഹവതും റൂഹാദിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ
ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ഹൃദയങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും വർദ്ധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് നിറവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശ്വരോ സദതം, ഓശാന ഓശാന ഓശാന, ഓശാന ഈശ്വരോ സദതം, ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം, ഇഹ പരമഖിലവും അഖിലേശ്വര, മാനിമയ നിറയുന്നു നിരുപമനേ. ഓശാന ഈശ്വരോ സദതം, ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുവരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലയോ പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പീറ്റർ മെത്രാനും മാർ ജേക്കബ് മെത്രാനും പുരോഹിതന്മാർ, വിശംശാലമാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യത്തെയും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവരട്ടെ. നിന്റെ ദാസരുടെയും കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അപ്പമാകുന്നു ഞാൻ ചൊല്ല
പ്രാർത്ഥിച്ചാലുണ്ടെ സമീപിക്കാം. സംഘത്തോടെ അപരാധങ്ങൾ നിയന്ത്രിച്ചും പാവടയ്ക്ക് പ്രസ്താവിച്ചും പാവടത്തെ അനുസരിച്ചുകൊണ്ടാണ് സത്യത്തെ നാഥനാഥയോടെ യാചിക്കുകയും ചെയ്യാം. മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ നീ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്നിട്ട് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ ഗോത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്കാലത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശുദ്ധനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേടപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകോഹാപരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. വിശുദ്ധീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ രക്തവും നൽകപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം. കടകളിൽ നിന്നുള്ള മോചനത്തിനായിക സകല ജനതകൾക്കും സ്വർഗീയർപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവസത്തെ സമീപിക്കുകയും മാലാഖമാരോടൊത്ത് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. മനസ്സിന്റെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയുന്നിതാ. കരുണ തുളുമ്പുമീ അൾത്താര തന്നിലായി ഈശോ എഴുന്നള്ളി
സ്നേഹമേ നിന്നോട് ചേരും ഞാൻ, എന്നുള്ളിൽ നീ നിറയും നിമിഷം. സ്നേഹമേ നിന്നോട് ചേരും ഞാൻ, തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോ അണയും നിമിഷമിതാ. തിരുഭോജ്യമായി സക്രാരിയിൽ നാഥൻ അണയും സമയമിതാ. മനസ്സിൻ്റെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയുന്നിതാ. കരുണ തുളുമ്പുമീ അൾത്താര തന്നിലായി ഈശോ എഴുന്നള്ളുന്നു. ഓ എൻ്റെ യേശുവേ, ഓ എൻ ജീവനേ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാനെത്ര ഭാഗ്യവാൻ. അറിയപ്പെടുന്ന കഴിഞ്ഞ ഞായറാഴ്ച സമുദ്ര കാഴ്ച പെരുപടാരി 13,219 രൂപ, പ്രസാദമാത 6,028 രൂപ. ഈ ആഴ്ച നിത്യാരാധന കുടുംബങ്ങൾ പ്രസാദമാത വാർഡിൽ നിന്നാണ്. തിങ്കളാഴ്ച KC ബാബു കല്ലറയ്ക്കൽ, ചൊവ്വ അനിൽ മാണിയേക്കൽ, ബുധൻ ചാൾസ് പൗത്തിന, വ്യാഴം ജെയ്സ് പന്തമ്പളാക്ക്, വെള്ളി റാഫേൽ ഇടക്കളർത്തു, ശനി ജോസ് മാത്യു പോത്തിങ്കൽ എന്നീ ഭവനങ്ങളായിരിക്കും. ഇന്നത്തെ കുടുംബസമ്മേളനവും പൊതുസമാപനവും 6 മണിക്ക് കോമ്പാറ റോസമിസ്റ്റിക്ക യൂണിറ്റിലെ ഷാലു വടക്കേക്കുന്നിൻ്റെ ഭവനത്തിലും, 6:30 പെരുവിടാരി സെൻറ് ഡൊമിനിക് യൂണിറ്റിലെ പ്രതി സോമ കൊട്ടാരത്തിൻ്റെ ഭവനത്തിൽ വെച്ചും, നാളെ തിങ്കളാഴ്ച 6 മണിക്ക് ഞെപ്രകടവ് സെൻറ് തോമസ് യൂണിറ്റിലെ വിൽസൺ വടക്കേടത്തിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും. അടുത്ത ഞായറാഴ്ച കുടുംബസമ്മേളനങ്ങൾ തെക്കര നിത്യസഹായമാല വാർഡിൻ്റെ വാർഷികവും 5 മണിക്ക് സജി പൊട്ടുമേലിൻ്റെ വസതിയിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും. 1-ാമത് ദിവ്യബലിക്ക് ശേഷം ഇടവക പൊതുയോഗം കൂടുകയുണ്ടായി. 4 മാസത്തെ കണക്ക് അവതരിപ്പിക്കാനും ഈ വർഷത്തെ തിരുനാളിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്തു. നാളെ മാതൃവേദിയുടെ ഫൊറോന കലോത്സവം നമ്മുടെ പാരിഷുകൾ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മമാർ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ അമ്മമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ നാളെ തിരുവാരസഖ്യം രൂപത കലോത്സവം പാലക്കാട് പാസറിൽ വെച്ച് നടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇടയിൽ നിന്ന് കുട്ടികൾ മത്സരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്ക് നാളെ പ്രത്യേകമായിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചൊവ്വാഴ്ച ചങ്ങരേരി സെൻറ് ജോസഫ് വാർഡിൽ വീട് വെച്ചിരിപ്പുണ്ടായിരിക്കും. രാവിലെ 8 മണി മുതലായിരിക്കും ഉണ്ടാവുക. വീട് വെച്ചിരിക്കാൻ വരുമ്പോൾ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. ഒപ്പം തന്നെ മാസവരി കുടിശ്ശികയും എല്ലാം വാങ്ങാനും ഏൽപ്പിക്കുവാനും, അത് വാങ്ങിയിട്ട് ആരെങ്കിലും രസീതിൻ്റെ വാങ്ങാത്തവരുണ്ടെങ്കിൽ പള്ളിയിലത്തെ കൈക്കാരന്മാരുടെ കയ്യിൽ നിന്നും രസീത് കൂടി വാങ്ങിക്കൊണ്ട് പോകാനും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. 22-ാം തീയതി ബുധനാഴ്ച മുതൽ 10 ദിവസം ആഘോഷമായ ജപമാല നമ്മുടെ ഇടവക ദേവാലയത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് 4:45 വിശുദ്ധ കുർബാനയും തുടർന്ന് ദിവ്യകാരുണ്യം വിടുതലിച്ച് വെച്ചുള്ള ജപമാലയും ഉണ്ടായിരിക്കും. പ്രത്യേകമായിട്ട് നമ്മുടെ ദിവസങ്ങളിൽ ബുധനാഴ്ച കോടതിപ്പരി പെരുവിടാരി വാർഡുകളെയും, വ്യാഴം കാഞ്ഞിരം 1-ാം മൈൽ വാർഡുകളും, വെള്ളിയാഴ്ച പറമ്പുള്ളി നെത്രകടവ്, ശനി കൂമ്പാറ ചെങ്ങനേരി, ഞായറാഴ്ച തെങ്കര പ്രസാദമാല, തിങ്കൾ പൈകിട്ട് വക്കിപ്പാടം എന്നീ വാർഡുകളിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുവാനും കൊന്തുചൊല്ലി പ്രാർത്ഥിക്കുവാനും പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. അപ്പം തന്നെ ഈ 10 ദിവസം നമ്മുടെ നമ്മുടെ പ്രസാദമാത പള്ളിയിൽ പതിവ് പോലെ വിദ്യാപരി ഉണ്ടായിരിക്കുന്നതായിരിക്കും. മിഷൻ നായരിൻ്റെ കവറും കലണ്ടറും നമ്മുടെ പള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. വാർഡ് ഭാരവാഹികളും കവറുകളെല്ലാം ഭവനങ്ങളിൽ എത്തിക്കാനും പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. കവർ ലഭിച്ച് കഴിയുമ്പോൾ അധികം വൈകാതെ തന്നെ തിരിച്ചേൽപ്പിക്കാനും പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശോയെ ആശീർവാദം സ്വീകരിക്കാം.
അവൻ എന്നെ മൈതാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ വിശുദ്ധ കുരിശിന്റെ രഹസ്യം വെളിപ്പെടുത്തിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താനും അങ്ങയുടെ വചനം പ്രഘോഷിക്കാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായും ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി സകലത്തെയും പൗത്രീകരിക്കുന്നതിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ശരീരരക്തങ്ങൾ വഴി തന്റെ മഹത്വത്തിൽ നമ്മെ പങ്കുകാരാക്കിയ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹിത ജനമേ, ദൈവരാജ്യത്തിന് വേണ്ടി പീഡകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറുമെടുക്കുന്ന അവരുടെ അപേക്ഷകളെ മല്ലമാകാതെ കാത്തു സൂക്ഷിക്കണമേ. അങ്ങ് വിലയേറിയ തിരക്കത്താൽ നരേന്ദ്രവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരത്വത്തിന്റെ മഹനീയ മുദ്ര ലഭിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകോത്തരം നടത്തുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹം അവരെ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പല സമ്മതങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിലെ നഗരമായി തീരട്ടെ. ആമേൻ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വ്യക്തികളെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ ആജ്ഞ പരിശുദ്ധമറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, യേശുവിന്നമ്മേ മാതാവേ, അരുമസുതർക്ക് ആരംഭമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങൾ